സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 പ്രഭാഷണ പരമ്പരയുടെ തുടർച്ച ഇതിവൃത്തവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നളചരിതം കഥകളിയുടെ വിഷയമാണ്. ഇന്ന് ക്ഷണം സ്വീകരിച്ചിരിക്കുന്നത് ഡോക്ടർ മഞ്ജുഷ വി പണിക്കരാണ്. കഥകളി കാണുക, കഥകളി കണ്ട് ശീലിച്ച് നളചരിതത്തോട് പ്രണയിക്കുക, ആ നളചരിതം കഥയിൽ ഇല്ലെങ്കിൽ അധികരിച്ചുകൊണ്ട് PhD എടുക്കുക, ഡോക്ടർ അജയ് മാഷ കീഴിൽ മെൻ്ററായില്ലെങ്കിൽ അത് അവരുടെ കീഴിൽ ഈ ഒരു പഠനം കാലടി സർവകലാശാലയിൽ പൂർത്തീകരിക്കുക, കഥകളി കലാകാരന്മാരോടും കഥകളി ആരോടും ഇത്രയേറെ പ്രണയിച്ച ഡോക്ടർ മഞ്ജുഷ വി പണിക്കരെ സാദരം പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷത്തോടും അഭിമാനത്തോടും അതിലപ്പുറം ഭയാശങ്കകളോടെയൊക്കെയാണ് ഞാൻ സത്യത്തിൽ ഇവിടെ നിൽക്കുന്നത്. കാരണം പലതാണ്. ഇപ്പോൾ ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ 16 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു മഹത് സംരംഭത്തിൻ്റെ ഭാഗമാകുന്നു എന്നതാണ് വലിയ സന്തോഷമെന്ന് പറയുന്നത്. സന്തോഷമോ അഭിമാനമോ ആശങ്കയോ ഒക്കെ എന്നിൽ ഉണർത്തുന്നത് എൻ്റെ ഗുരുനാഥന്മാരാണ് ഈ മുന്നിലിരിക്കുന്നത് മുഴുവനും എന്നുള്ളതാണ്. സത്യത്തിൽ കഥകളി ആസ്വാദനത്തിൻ്റെ ഒരു തലത്തിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയ ഒരു വടക്കൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഞാനെന്ന് വേണം പറയാനായിട്ട്. ചെർപ്പുളശ്ശേരിയിലും ഇരിങ്ങാലക്കുടയിലും മണ്ണാർക്കാടും ആനമങ്ങാടുമൊക്കെയായി കണ്ടു നടന്ന കഥകളിയും കഥകളിക്കാലവും അനിയേട്ടൻ്റെയും രാജീവേട്ടൻ്റെയും ശ്രീചിത്രൻ്റെയും രാജാനന്ദേട്ടൻ്റെയും ഒക്കെ തുടങ്ങി നിരവധി പേരുടെ ശിക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ കഥകളി കാണാൻ പഠിച്ചത്. ഇപ്പോഴും പഠിച്ചിട്ടില്ല. കഥകളി കാണാൻ പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു പഠന പ്രക്രിയയാണ്. അതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പറഞ്ഞതുപോലെ കണ്ട കാലങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ചെയ്ത പഠനത്തിൻ്റെ ഒരു വഴിയിൽ നിന്ന് ഒക്കെ ഓർത്തെടുത്തുള്ള ഒരു പങ്കുവയ്ക്കൽ മാത്രമാണ് ഞാൻ നിർവഹിക്കുന്നത്. എപ്പോഴും എല്ലാ കാലത്തും എനിക്കിതിനൊക്കെ ധൈര്യം തരുന്നത് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട അജയൻ മാഷാണ്. അജയ് മാഷ് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും. അജയ് മാഷ് സ്കറിയ മാഷ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. തെറ്റിയാ തെറ്റട്ടെ, തെറ്റാന്ന് മനസ്സിലാക്കണേ, പറയണമല്ലോ. തെറ്റ് മനസ്സിൽ കൊണ്ട് നടന്നാൽ എപ്പോഴെങ്കിലും തിരുത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ തെറ്റുകളൊക്കെ തിരുത്തുക എന്നതും ഇതിലെൻ്റെ ഒരു ലക്ഷ്യമാണ്. ഞാൻ ഏറെ ഒന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. ജയന്തി അതും കൂടി ഒന്ന് പറഞ്ഞോട്ടെ. രാവിലെ പെട്ടെന്ന് ഫോൺ നോക്കുമ്പോഴുണ്ടായ വലിയൊരു പരിചയമാണ് ജയന്തി ടീച്ചറുമായിട്ടുള്ളത്. ജയന്തി ടീച്ചറിന് എന്നോടത് ഇത് ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ജയന്തി എൻ്റെ പ്രിയപ്പെട്ടവളാണ്, എൻ്റെ സഹപ്രവർത്തകയാണ് എന്ന് പറഞ്ഞ് കാലടിയിൽ നിന്ന് അനിത ചേച്ചിയുടെ ഒരു മെസ്സേജ് രാവിലെ കിട്ടിയിരുന്നു. ആ സന്തോഷവും ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. എന്താണെങ്കിലും നളചരിതത്തെക്കുറിച്ചുള്ള വിചാരത്തിൽ നളചരിതത്തിൻ്റെ വ്യത്യസ്ത വ്യാഖ്യാന ഭേദങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത വ്യാഖ്യാന ഭേദം എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണ്. വ്യാഖ്യാന ഭേദങ്ങളെക്കുറിച്ചാണ് ഒരല്പസമയം വിചാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം,
ആദ്യമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ട ഒരു ഭാഷാ സാഹിത്യകൃതി എന്ന നിലയിലും ആദ്യമായി വ്യാഖ്യാനിക്കപ്പെട്ട ആട്ടക്കഥ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടായ ആട്ടക്കഥ എന്ന നിലയിൽ എത്ര വ്യാഖ്യാനിച്ചാലും തീരാത്തത്ര ഇനിയും അവശേഷിക്കുന്ന ആട്ടക്കഥ എന്ന നിലയിലൊക്കെ ഏറെ പ്രസക്തമാണ് നളചരിതം ആട്ടക്കഥ. വടക്കൻ ആസ്വാദന വേദികളൊക്കെയും പങ്കുവെച്ചു തന്ന നളചരിത വിചാരങ്ങൾക്ക് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, നളചരിതം കളരിക്ക് പുറത്തും അരങ്ങിന് പുറത്തുമൊക്കെ നിൽക്കട്ടെ, അത് അത്രയ്ക്ക് കേമൊന്നുമല്ല. മറ്റൊന്ന് എന്താണ്, അതുപോലെ കൃതഹസ്ഥരായവർക്കും മാത്രം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ആട്ടക്കഥയാണ് നളചരിതം എന്നതാണ്. ഈ രണ്ടാമത്തെ വഴിയിലാണ് ഞാൻ സഞ്ചരിച്ചത്. അത്ര എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുവാനായിട്ട്, അത്ര എളുപ്പത്തിൽ ആർക്കും എടുത്ത് അമ്മാനമാടുവാൻ, ആർക്കും കയറി നിരങ്ങുവാൻ ഉള്ള ഇടമല്ല ആട്ടക്കഥയും കഥകളിയും എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ എൻ്റെ പഠനയാത്രകളൊക്കെയും പോയിട്ടുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ ആട്ടക്കഥാ വ്യാഖ്യാനങ്ങളെ നാലായിട്ടാണ് വിഭജിച്ചു പോരാറ്. ഒന്ന്, പാഠവ്യാഖ്യാനം എന്നുള്ളതാണ്. എന്താണ് ആട്ടക്കഥ എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുക കഥകളി എന്ന രംഗകലയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ സാഹിത്യപാഠം എന്ന നിലയിലുള്ള പാഠവ്യാഖ്യാനങ്ങളാണ് ആട്ടക്കഥാ വ്യാഖ്യാനത്തിൻ്റെ ആദ്യത്തെ ഒരു വഴി എന്ന് പറയുന്നത്. അടുത്തൊരു ഘട്ടത്തിൽ തീർച്ചയായും കളരി വ്യാഖ്യാനമാണ്. കളരി വ്യാഖ്യാനം എന്ന് പറയുന്നത് രംഗപ്രയോഗത്തിനുള്ള പാഠങ്ങളുടെ ഒരുക്കൽ കൂടിയാണ്. മൂന്നാമതാണ് രംഗപാഠം കടന്നു വരുന്നത്. ഈ രംഗപാഠം എന്ന് പറയുന്നത് രംഗാവതരണത്തിൻ്റെ സമഗ്രതയെ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അടുത്ത ഘട്ടത്തിലാണ് ആസ്വാദക വ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്നത്. രംഗവ്യാഖ്യാനത്തിൻ്റെ വിശകലനവും അതിൽ നിന്നുള്ള പാഠം സ്വരൂപിക്കലുമൊക്കെ ഈ ആസ്വാദക വ്യാഖ്യാനം എന്ന് പറയുന്ന പ്രക്രിയയിലാണ് നടന്നു പോകുന്നത്. ഇങ്ങനെ 4 വ്യാഖ്യാന മാതൃകകൾ അല്ലെങ്കിൽ വ്യാഖ്യാന സാധ്യതകളാണ് പ്രധാനമായും ഇതിൽ ഞാനൊന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പാഠവ്യാഖ്യാന വൈവിധ്യങ്ങളിലേക്ക് ആദ്യം പോകാമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം 1905 ARൻ്റെ കാന്താര താരക വ്യാഖ്യാനം ആദ്യമായി ഉണ്ടായി. അവിടെ നിന്ന് ഇങ്ങോട്ട് 2001 പന്മനയുടെ കൈരളി വ്യാഖ്യാനം എത്തുമ്പോഴേക്കും 20-ലേറെ പാഠവ്യാഖ്യാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കുകളായിട്ടും അല്ലാതെയും ഒക്കെ 20-ലേറെ വ്യാഖ്യാനങ്ങൾ നളചരിതം ആട്ടക്കഥയ്ക്ക് ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. ഇപ്പോഴും ചില ഭാഗങ്ങൾക്ക് മാത്രമായുള്ള വ്യാഖ്യാനങ്ങൾ, വ്യത്യസ്ത വിചാരങ്ങളൊക്കെയും നടന്നു പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ ഒരു വ്യാഖ്യാന ശൃംഖലയിൽ പ്രധാനമായിട്ട് നമ്മൾ പലപ്പോഴും പരിഗണിച്ചു പോരുന്ന 6 വ്യാഖ്യാനങ്ങളൊന്ന് സൂചിപ്പിക്കുന്നു. അതിൽ ആദ്യത്തേത് തീർച്ചയായും ARൻ്റെ കാന്താര താരക വ്യാഖ്യാനമാണ്. രണ്ടാമത് പറയാവുന്നത് 1932 R നാരായണ പണിക്കർ എഴുതിയ സഹൃദയ രഞ്ജിനി വ്യാഖ്യാനമാണ്. പിന്നീട് രസിക കൗതുകം എന്ന MH ശാസ്ത്രിയുടെ അതിബൃഹത്തായ വ്യാഖ്യാനം 1943 പ്രകാശിതമാകുന്നു. 1945 ദേശമംഗലത്ത് രാമവാര്യരുടെ ദീപികാ വ്യാഖ്യാനം വരുന്നു. 62 ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ പ്രത്യേകിച്ച് പേരൊന്നും കൊടുത്തിട്ടില്ലാത്ത വ്യാഖ്യാനം വരുന്നു. 2001 കൈരളി വ്യാഖ്യാനം വരുന്നു. ഇനി ഈ 6 വ്യാഖ്യാനങ്ങളാണ് പ്രധാനമായിട്ടും പരിഗണിച്ച് പോകുന്നത്. പ്രധാനമായിട്ട് പരിഗണിക്കുന്നത് വരുമ്പോൾ ഞാൻ പഠനത്തിൽ പ്രധാനമായി പരിഗണിച്ചതും പൊതു ചർച്ചകളിൽ പ്രധാനമായി കടന്നു വരുന്നത്. അതിനോടൊപ്പം തന്നെ സാന്ദർഭികമായി KV രാമേന്ദ്ര പൈ സാറിൻ്റേത് പോലെയുള്ള വ്യാഖ്യാനങ്ങൾ സാന്ദർഭികമായിട്ട് പരാമർശിച്ചും പരിഗണിച്ചും പോരുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഈ പാഠവ്യാഖ്യാനങ്ങളിലേക്ക് കടക്കുമ്പോൾ പാഠവ്യാഖ്യാന വൈവിധ്യം എന്ന് പറയുന്നത് വളരെ ബൃഹത്താണ്. ഭാഷാ സാഹിത്യ വിചാരങ്ങളുടെ എല്ലാ സാധ്യതകളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിരവധിയായ വ്യാഖ്യാനങ്ങൾ പാഠവ്യാഖ്യാനങ്ങൾക്ക് നമുക്ക് കണ്ടെത്താവുന്നതാണ്. പദാർത്ഥ സങ്കല്പത്തിലെ വ്യത്യാസം, ആദ്യത്തേത് പാഠഭേദമാണ്. പാഠഭേദം കൊണ്ടുണ്ടാകുന്ന വ്യാഖ്യാന ഭേദം, ഏഷണി ഏഷണ എന്നീ പാഠങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഏഷണിക്കു നടപ്പഞ്ഞാൻ 72 ഏഷണയ്ക്കു നടപ്പഞ്ഞാൻ 72 പറയുമ്പോഴുള്ള അർത്ഥവ്യത്യാസം, പാഠസ്വീകരണത്തിലെ വ്യത്യസ്തത കൊണ്ട് ആട്ടക്കഥയ്ക്കും കഥകളിക്കും ഉണ്ടാകുന്ന ഒരു വ്യാഖ്യാന ഭേദമാണത്. അപ്പോൾ പാഠഭേദം എന്ന് പറയുന്നത് ആട്ടക്കഥ വ്യാഖ്യാനത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് സാഹിത്യ വ്യാഖ്യാനത്തിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്നു. സാഹിത്യകൃതിയുടെ രംഗാവിഷ്കാരം എന്ന നിലയിൽ വരുമ്പോൾ ഈ പാഠഭേദങ്ങളൊക്കെയും രംഗ അവതരണത്തെയും വലിയൊരു പരിധിവരെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പാഠഭേദങ്ങൾ, ഈ പാഠഭേദങ്ങളെക്കുറിച്ച് പറയുമ്പോഴും കാന്താര താരകത്തിൻ്റെ SPCS പതിപ്പ്
അങ്ങനെ വലിയൊരു വിഷമമാണ് കഥകളി ലോകത്തിനുണ്ടാക്കിയേക്കുന്നത് എന്ന് ഞാൻ പറയും. കാരണം SPCS പതിപ്പിൽ കാന്താരതാരകം എന്ന് പറയുന്നത് അവതാരിക മാത്രമാണ് എന്ന് ചിന്തിച്ചിട്ടാവണം തെറ്റായി തോന്നിയ പാഠങ്ങൾ പലതും തിരുത്തിക്കൊണ്ടാണ് ആ പാഠം പുറത്തിറങ്ങിയിട്ടുള്ളത്. കാരണം AR തനിക്ക് സ്വീകാര്യമായ പാഠങ്ങളാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വ്യാഖ്യാതാവ് തനിക്ക് സ്വീകാര്യമായ ഒരു പാഠം സ്വീകരിക്കുന്നു എങ്കിൽ അതിനെ തിരുത്തുവാൻ പിന്നെ ആർക്കാണ് അവകാശമുള്ളത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ആ പാഠമായി നിലനിൽക്കട്ടെ, സ്വതന്ത്ര പാഠമായി നിലനിൽക്കട്ടെ എന്നുള്ളതാണ്. ഈ ഒരു പാഠ വ്യത്യാസത്തെക്കുറിച്ചുള്ള ധാരണാപിശക് എന്ന് പറയുന്നത് അധ്യാപക ലോകത്തും സർവ്വസാധാരണമായിട്ടുണ്ട് എന്ന സങ്കടകരമായൊരു കാര്യം കൂടി പങ്കുവയ്ക്കട്ടെ. എനിക്കറിയാം, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന പാഠപുസ്തകം നളചരിതം ആട്ടക്കഥയുടെ പുസ്തകം എടുത്തു നോക്കിയാൽ പാഠങ്ങൾ വെട്ടിത്തിരുത്തിയിട്ടുണ്ട്. അധ്യാപകൻ ഇത് തെറ്റായ പാഠമാണ്, അതല്ല ശരിക്കും ഇതാണ്, അത് അക്ഷരപ്പിശകാണ് എന്ന് പറഞ്ഞ് തിരുത്തിച്ചിട്ടുണ്ട്. കാരണം സാറിൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകവും കുട്ടിയുടെ കയ്യിലിരിക്കുന്ന പുസ്തകവും 2 വ്യാഖ്യാനങ്ങളാകുമ്പോൾ ഇത് രണ്ടും വ്യത്യസ്തമായ പാഠങ്ങളാണ് എന്ന ഒരു ബോധ്യമില്ലായ്മയിൽ നിന്നുണ്ടാകുന്നതാണിത്. അപ്പം അങ്ങനെയുള്ള സംഗതികളും ധാരാളമായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ ഒരു കാന്താരതാരകത്തിൻ്റെ SPCS പതിപ്പിൽ ഇത് കാണുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇത് ഞാൻ പല സന്ദർഭങ്ങളിലും സൂചിപ്പിച്ചു പോയിട്ടുള്ള ഒന്നുമാണ്. അപ്പോൾ പാഠവ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഒരു വിഭാഗം. രണ്ടാമത്തേത് പദാർത്ഥ കൽപ്പനയിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന പാഠവ്യാഖ്യാനങ്ങളാണ്. പദത്തിൻ്റെ അർത്ഥകൽപ്പനയെ സംബന്ധിച്ച് വലിയ വിചാരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ച് ഭാഷാശാസ്ത്ര പഠന മേഖലയിൽ എന്താണ് പദാർത്ഥം എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ പദാർത്ഥം നിർണ്ണയിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വളരെ വൈവിധ്യമാർന്ന വിചാരങ്ങൾ നടന്നു വരുന്ന കാലമാണ്. അപ്പോൾ പദത്തിന് അർത്ഥം കൽപ്പിക്കുമ്പോൾ ഒരു സമത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി എഴുതി പോകാവുന്നതാണ് വാക്കും അർത്ഥവും. വാഗർത്ഥ വിവസംപൃക്തവും വാഗർത്ഥ പ്രതിപത്തയെ ജഗതപിതരോ വന്ദേ പാർവതി പരമേശ്വരോ. ആ ഒരു സങ്കല്പം തന്നെയാണ് വാക്കിനെ അർത്ഥത്തെയും സംബന്ധിച്ച് പാർവതി പരമേശ്വരന്മാരെ പോലെ സംപൃക്തായി നിലനിൽക്കുന്നത് എന്ന അർത്ഥത്തിലാണ്. പക്ഷേ പുതിയ കാലം എന്ന് പറയുമ്പോൾ ഈ ട്രെൻഡുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഭാഷാവിചാരത്തിൻ്റെ പുതിയ വിചാരധാരകളൊക്കെയും ഈ സമം എന്ന് പറയുന്ന സങ്കല്പത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലിംഗ്വിസ്റ്റിക്സിലെ പഠന മേഖലകളൊക്കെയും അതാണ് പറയുന്നത്. അപ്പോൾ ഒരു വാക്കിൻ്റെ അർത്ഥത്തെ നിർണ്ണയിക്കുന്നത് എന്താണ്? ഭാഷാശാസ്ത്ര പഠനമൊക്കെ മലയാളത്തിൽ വളരുന്നതിന് മുമ്പ് തന്നെ പട്ടിക്കാന്തൊടി രാവുണ്ണിമേനോൻ ആശാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താണ് വാക്കിൻ്റെ അർത്ഥമെന്ന്. പദാർത്ഥപ്രധാനമായ കഥകളിയെ വാക്യാർത്ഥപ്രധാനമാക്കി മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചിന്തയിൽ അത് വളരെ പ്രധാനവുമാണ്. ബാലെ എന്ന പദത്തിന് അർത്ഥം നിർണ്ണയിക്കുന്നിടത്താണ് അദ്ദേഹം പറയുന്നത്. ബാലെ എന്ന പദത്തിന് കുട്ടി എന്നാണ് അർത്ഥം. പക്ഷേ കിർമീരവധം ആട്ടക്കഥയിലെ ധർമ്മപുത്രരുടെ ബാലയ്ക്ക് കുട്ടി എന്ന അർത്ഥമാണോ കൽപ്പിക്കേണ്ടത്? ഒരിക്കലുമല്ല. മാർഗേ തത്ര നഖം പജോഷ്ണിയിൽ, അങ്ങനെ ചുട്ടുപൊള്ളുന്ന മണലിലൂടെ ക്ലേശങ്ങളെല്ലാം സഹിച്ചു വരുന്ന ഒരുവളോട് കുട്ടി എന്നാണോ? അല്ല, അവിടെ ദയനീയ എന്നാണ് അർത്ഥം കൽപ്പിക്കേണ്ടത്. ഇനി ഇങ്ങോട്ട് വന്നാൽ കുവലയ വിലോചനേ ബാലേ ഭൈമി കിസലയാദരേ, അവിടെ കുട്ടിയൊന്നുമല്ല, നവവധുവായിട്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രിയതമയോടാണ് പറയുന്നത്. അവിടെ നിറഞ്ഞ പ്രണയത്തോടെയുള്ള വിളിയാണ് ബാലേ എന്നുള്ളത്. അപ്പോൾ ഈ ഓരോ സന്ദർഭത്തിലും പദങ്ങൾ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളെ നിഷ്പാദിപ്പിക്കുന്നു എന്നുള്ള ഒരു വിചാരം, അത് പദത്തിന് പദം അർത്ഥം കൽപ്പിക്കുക എന്നതിൽ നിന്ന് ഭിന്നമായി സാങ്കേതികമായി പറഞ്ഞാൽ കോണ്ടെക്സ്റ്റുവൽ മീനിങ് എന്ന് പറയുന്ന ഒരു ധാരണയിലേക്ക് വരുമ്പോൾ മാത്രം ഉറയ്ക്കുന്ന ഒന്നാണത്. സന്ദർഭ ഭാഷാശാസ്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രാഗ്മാറ്റിക്സിനെ കുറിച്ചുള്ള വിചാരത്തിലാണ് ഭാഷാശാസ്ത്രം ഇത്തരം വിഷയങ്ങളൊക്കെയും കൈകാര്യം ചെയ്തു പോകുന്നത്. ഭാഷാശാസ്ത്ര പഠന മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പഠന മേഖലയാണ് ഇപ്പോൾ പ്രാഗ്മാറ്റിക്സ് അല്ലെങ്കിൽ പ്രയോഗ വിജ്ഞാനീയം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു പദം അതതു സന്ദർഭത്തിൽ അർത്ഥം നിർണ്ണയിക്കുന്നത്? അർത്ഥവളർച്ചയും അർത്ഥക്ഷയവും ഒക്കെ ഭാഷയിൽ സംഭവിക്കുന്നുണ്ട്. പുതിയ കാലം നൽകുന്ന അല്ലെങ്കിൽ സംഭാവന ചെയ്യുന്ന പല പദാർത്ഥങ്ങളും നമ്മൾക്ക് പൊതുവേ നിന്ന് ചർച്ച ചെയ്യാൻ പോലും പറ്റുന്ന തരത്തിലുള്ളതല്ല. പണ്ടൊക്കെ നമ്മൾ തുണി തേക്കുകയോ ഭിത്തി തേക്കുകയോ ഒക്കെ ചെയ്തിരുന്നിടത്താണ് കുട്ടികളുടെ ഭാഷയിൽ ഒരാളുടെ മുഖം അല്പം മങ്ങിയാൽ തേപ്പ് കിട്ടിയോടാ അല്ലെ കിട്ടിയോടി എന്ന് ചോദിക്കുന്ന പുതിയ കാലത്തിൽ നമ്മൾ വന്നു നിൽക്കുന്നത്. അപ്പോൾ ഭാഷയെ സംബന്ധിച്ചും അർത്ഥസങ്കല്പത്തെ സംബന്ധിച്ചും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്ന കാലത്തിൽ നിന്നാണ് നമ്മളിത് സംസാരിക്കുന്നത്. പക്ഷേ എത്രയോ മുമ്പ് തന്നെ ഒരു പദത്തിൻ്റെ അർത്ഥം കൽപ്പിക്കേണ്ടത് എങ്ങനെയാണ്? കഥകളിയിൽ പദാർത്ഥത്തോടൊപ്പം തന്നെ വാക്യാർത്ഥ വിചാരവും പ്രധാനമാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത്. പദാർത്ഥ കൽപ്പനയിൽ ഉണ്ടാകുന്ന വ്യത്യാസം തീർച്ചയായും വ്യാഖ്യാനത്തെ വ്യത്യസ്തമാക്കും എന്നുള്ളതാണ് മറ്റൊരു സങ്കല്പം.
പാഠവ്യാഖ്യാനത്തിൽ വരുന്ന മറ്റൊരു വ്യത്യസ്തത എന്ന് പറയുന്നത് പദങ്ങൾ അന്വയിക്കുന്നതിലെ വ്യത്യസ്തത കൊണ്ട് ഉണ്ടാകുന്ന ഒന്നാണ്. മറ്റൊന്ന് പദങ്ങൾ വ്യാഖ്യാനിക്കുന്നതിലെ വ്യത്യസ്തത കൊണ്ട്, പിന്നെ ഒന്ന് പദം പിരിക്കുന്നതിലെ വ്യത്യസ്തത കൊണ്ട്. അപ്പോൾ ഭാഷയിൽ എവിടെയൊക്കെ ഭാഷാ വ്യാകരണ വിചാരങ്ങളിൽ, ഭാഷാശാസ്ത്ര വിചാരങ്ങളിൽ എവിടെയൊക്കെ ഈ പദസങ്കല്പത്തിൽ, അർത്ഥസങ്കല്പത്തിൽ, വ്യാഖ്യാന സങ്കല്പത്തിൽ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നുവോ അതൊക്കെയും കഥകളി വിചാരത്തിലും പ്രധാനമാണ് എന്നതാണ് മറ്റൊരു വസ്തുത. ഇനിയുമുണ്ട് വിപരീത ലക്ഷണ വ്യാഖ്യാനം എന്ന്. അപ്പം ഇനിയുമുണ്ട് ഇത്തരത്തിലുള്ള നിരവധിയായ വ്യത്യാസങ്ങൾ ഈ പാഠവ്യാഖ്യാനവുമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ ഉദാഹരണങ്ങളിലേക്കൊന്നും അധികം പോകുന്നില്ല, കാരണം ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നോട്ട് വയ്ക്കുവാനായിട്ടുണ്ട്. ഇപ്പം പാതിച്ചോർക്കും വാദിച്ചോർക്കും എന്നൊക്കെയുള്ളത് പാഠഭേദം കൊണ്ടുണ്ടാകുന്ന വ്യാഖ്യാന ഭേദത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി ഈ പദം പിരിക്കുന്നതിലെയും അന്വയിക്കുന്നതിലെയും ഒക്കെ വ്യത്യസ്തത വ്യാഖ്യാന ഭേദത്തിന് കാരണമാകുന്നുവെന്ന് പറഞ്ഞു. ഇവിടെ മനസ്സി രുചിജനകം എൻ്റെ ചിറകു മണികനകം. ഈ ചിറകു മണികനകം എന്നുള്ളത് ചിറക് മണികനകമെന്നും ചിറക് അണികനകമെന്നും ഒക്കെ പദം പിരിച്ച് അർത്ഥം കൽപ്പിച്ചു പോകാറ് ഉണ്ട്. അപ്പോൾ പദം പിരിക്കുന്നതിലെ വ്യത്യസ്തത പോലും പാഠവ്യാഖ്യാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആണ്. മറ്റൊന്ന് വിപരീത ലക്ഷണ വ്യാഖ്യാനം എന്ന് പറയുന്നത് ആണ്. ഇതുകൊണ്ടാകാ നീ ധനികൻ, ഇതുകൊണ്ടാകാ നീ ധനികൻ. ഈ രണ്ട് പാഠവും രാജീവേട്ടൻ വളരെ മനോഹരമായിട്ട് രണ്ടും സമന്വയിപ്പിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുകൊണ്ടാകാ നീ ധനികൻ എന്നാ കൊണ്ടുപോയി നീ ധനികനാകുക എന്ന മട്ടിലും ഇതുകൊണ്ട് നീ ധനികനാകാൻ പോകുന്നില്ല എന്നും വളരെ മനോഹരമായി സമന്വയിപ്പിച്ച് കണ്ടിട്ടുണ്ട്. അതും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് അർത്ഥവും പാഠവ്യാഖ്യാതാക്കൾ മാറി മാറി ഉപയോഗിക്കാറ് ഉണ്ട്. മറ്റൊന്ന് ഒളിവിലുണ്ടോ ഇല്ലയോ വാൻ നളനെ ആർ കണ്ടു ഭൂതലേ. അല്ലേ, ഇവിടെ ഒളിവിലുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, നളനെ ആരാണ് ഭൂമിയിൽ കണ്ടത് എന്ന വളരെ സ്വാഭാവികമായ ഒരു വ്യാഖ്യാനവും, അതുപോലെ തന്നെ ഒളിവിലുണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്ന മട്ടിലുള്ള വ്യാഖ്യാനവും ഒരുപോലെ പാഠത്തിലും രംഗത്തിലും ഉപയോഗിച്ചു പോകുന്ന വ്യാഖ്യാനങ്ങളാണ്. ഇങ്ങനെ പദാർത്ഥകൽപ്പനയിൽ പാഠഭേദത്തിൽ, അതുപോലെ പദം പിരിക്കുന്നതിൽ, അതുപോലെ പദങ്ങളെ വ്യാഖ്യാനിക്കുന്നതിൽ, അന്വയിക്കുന്നതിലൊക്കെയുള്ള വ്യത്യസ്തതകൾ, പാഠഭേദങ്ങൾ നിർണ്ണയിക്കുന്നതിലുള്ള വ്യത്യസ്തത കൊണ്ടുണ്ടാകുന്നതൊക്കെയും പാഠവ്യാഖ്യാനം എന്ന് പറയുന്ന സാഹിത്യ വിചാരത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ പാഠവ്യാഖ്യാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പാഠവ്യാഖ്യാനം തീർച്ചയായിട്ടും തുടർന്നു വരുന്ന കളരി വ്യാഖ്യാനത്തെയും രംഗവ്യാഖ്യാനത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന ഘടകം തന്നെ ആണ്. രണ്ടാമതുള്ളത് കളരി വ്യാഖ്യാനം എന്ന് പറയുന്ന ഒന്നാണ്. നളചരിതത്തെ സംബന്ധിച്ച് നമുക്കറിയാം, നളചരിതം ആദിയോടന്തം കളരിയിൽ ചൊല്ലിയാടി പരിശീലിപ്പിച്ചു പോരുന്ന ഒരു ആട്ടക്കഥയല്ല. അതിന് രണ്ട് കാരണങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്ന്, ചൊല്ലിയാടിക്കാൻ മാത്രമൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ നളചരിതം ആട്ടക്കഥ അതിൻ്റെ വ്യാഖ്യാന സാധ്യതകൾ, അരങ്ങ് സാധ്യതകൾ എങ്ങനെ ആശാന് ശിഷ്യന് ചൊല്ലിയാടിച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം നളചരിതം നരചരിതമാണ്, മനുഷ്യജീവിതമാണത്, മനുഷ്യ കഥാനുഗായിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിപൂർണമായ ഒരു വ്യാഖ്യാനം ഒന്നും കളരിയിൽ ചൊല്ലി അടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യം അല്ല. സാഹിത്യബോധമുള്ള, അരങ്ങുബോധമുള്ള നടന്മാരുടെ കയ്യിൽ മാത്രം മനോഹരമായി തീരുന്ന ഒരു ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രമാത്രം മനസ്സിരുത്തി ചിന്തിക്കുകയും വളരെ സൂക്ഷ്മമായ വശങ്ങളിൽ പോലും ഗ്രാഹ്യമുള്ളവരുമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെയൊരു വ്യാഖ്യാനം രംഗത്ത് സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് നളചരിതത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രധാന കാര്യം. അപ്പം കളരിയിലെ ചൊല്ലിയാട്ടത്തിൽ വളരെ കുറച്ചു ഭാഗങ്ങൾ മാത്രം ചൊല്ലിയാടിച്ചു പോരുന്ന ഒരു ആട്ടക്കഥ എന്ന നിലയിലാണ് നമ്മൾ നളചരിതം ആട്ടക്കഥയെ കാണുന്നത്. അടുത്ത വ്യാഖ്യാനം എന്ന് പറയുന്നത് രംഗവ്യാഖ്യാനമാണ്. ഒരുപക്ഷെ രംഗവ്യാഖ്യാനത്തിൽ ഇത്രയേറെ സമൃദ്ധമായിട്ടുള്ള മറ്റൊരു ആട്ടക്കഥയുണ്ടോ എന്ന് സംശയമാണ്. സുബദ്ധങ്ങളുമുണ്ട്, അബദ്ധങ്ങളും ഉണ്ട്. വ്യാഖ്യാനിച്ച് വലിയ അബദ്ധങ്ങൾ വരെയും ആവിഷ്കരിച്ചിട്ടുള്ള ആട്ടക്കഥയുമാണ് നളചരിതം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.
എന്നാണെങ്കിലും ഈ രംഗവ്യാഖ്യാനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, നളചരിതം എന്ന് പറയുന്ന ആട്ടക്കഥയുടെ രംഗവ്യാഖ്യാനത്തെ സാധ്യമാക്കിയ സാഹചര്യങ്ങൾ നിരവധിയാണ്. പറവട്ടം എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ കഥകളി ആവിഷ്കരിച്ചിരുന്ന കാലത്തോ ഏറ്റവും പിന്നിലിരിക്കുന്ന ആളുകൾക്ക് വരെ കേൾക്കാൻ പാകത്തിന് സംഗീതം ഒരു അലർച്ചയുടെ മട്ടിൽ വേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ അത്രയേറെ ആളുകൾക്ക് കേൾക്കുവാൻ പാകത്തിന് വേണ്ടി വന്നിരുന്ന ഒരു കാലത്തിൽ നിന്നോ ഭിന്നമായിട്ട് സാങ്കേതിക വിദ്യയുടെ കടന്നുവരവോടുകൂടി കലാരംഗം ആർജിച്ച വലിയൊരു കരുത്തുണ്ട്, വലിയൊരു വിനിമയ സാധ്യതയുണ്ട്. അതിനോടും കൂടി ചേർത്ത് വെച്ചാണ് നമ്മൾ നളചരിതം രംഗാവതരണത്തെയും നോക്കിക്കാണേണ്ടത്. പദാർത്ഥത്തിൽ നിന്ന് വാക്യാർത്ഥത്തിലേക്കുള്ള മാറ്റം കഥകളിയുടെ രംഗാവതരണത്തെ വലിയ തോതിൽ സ്വാധീനിച്ചു. അതുപോലെ തന്നെ പ്രധാനമാണ് നളചരിതം എന്ന് പറയുന്ന ആട്ടക്കഥയുടെ കാര്യത്തിലും. ഇനി കോട്ടയ്ക്കൽ ശിവരാമനാശാനെയാണ് പെട്ടെന്ന് ഓർമ്മ വരിക. ശിവരാമനാശാൻ നമ്മുടെ ദമയന്തിയും തോഴിമാരും ഉദ്യാനത്തിൽ നിൽക്കുന്ന രംഗം ആവിഷ്കരിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അദ്ദേഹം പറയുന്നത് കുസുമ സൗരഭം നാസ കുഹര സരസൈരീഭം. ഇതിൻ്റെ പദാർത്ഥ വ്യാഖ്യാനം ദമയന്തിയുടെ മാനസിക സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നുള്ളതുകൊണ്ട് ഈ പൂവിൻ്റെ ഗന്ധം സഹിക്കാവതല്ല എന്ന് മാത്രമാണ് അദ്ദേഹം കാണിച്ചിരുന്നത്. അവിടെ നിന്ന് അടുത്ത ഒരു തലമുറ കുറച്ചുകൂടി ഭാഷാ സാഹിത്യ മേഖലയിൽ അറിവ് നേടിയ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു തലമുറ വരുമ്പോൾ ഡോക്ടർ ഹരിപ്രിയ നമ്പൂതിരി കുറച്ചുകൂടി അതിനെ ഒന്ന് ലഘൂകരിക്കുന്നുണ്ട്. പൂവ് വാസനിച്ചിട്ട് പിന്നെ കൂടുതലൊന്നും പറയണ്ട, സഹിക്കാവതല്ലേ എന്ന് പറഞ്ഞാൽ മതി. ഈ പൂവിൻ്റെ ഗന്ധം എന്ന് പിന്നീട് പറയേണ്ട ആവശ്യം ഇല്ല. ഭാഷ എന്ന് പറയുന്നത് ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ് എന്നത് കലയെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. അവിടെ വളരെ മനോഹരമായിട്ട് ആശയം വിനിമയം ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ സാന്ദർഭികമായിട്ട് ഓർക്കുന്നത് ഈ പദാനുപദ അവതരണത്തിൽ, അല്ലെങ്കിൽ പദാനുപദ ഭാഷാ വിവർത്തന രീതിയിലാണ് കഥകളി നിലനിന്നിരുന്നത് എങ്കിൽ ഉണ്ണായി വാര്യരുടെ മിളിതം പദയുകളെ നിഗളിതയ മാർഗിതയ ലതയ ഒക്കെ എങ്ങനെയാകുമായിരുന്നു എന്നുള്ളതാണ്. ഉണ്ണായി വാര്യർ എത്ര സുഗമമായിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ അർത്ഥം വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ എത്രയാൾക്കാണ് മനസ്സിലാവുക? എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് മിളിതമ്പതയുകളെ നിഗളിതയ മാർഗിതയ ലതയ എന്ന് പറഞ്ഞു വെക്കും. എന്തൊരു ഭംഗിയാണ് ആ പറച്ചിലിന്, അതൊരു വലിയ ഭംഗിയാണ്. പക്ഷെ അതിൻ്റെ ആവിഷ്കാരം എന്ന് പറയുന്നത് എങ്ങനെയാണ്? പദാർത്ഥ അഭിനയത്തിൽ നിന്ന് വാക്യാർത്ഥ അഭിനയത്തിലേക്ക് മാറേണ്ട സന്ദർഭങ്ങളെക്കുറിച്ചുള്ള വിചാരത്തിൽ ഇതും വളരെ പ്രധാനമാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് സാന്ദർഭികമായി പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെ ശിവരാമനാശാനിൽ നിന്ന് പുതിയൊരു തലമുറയിലേക്ക് എത്തുമ്പോൾ ഭാഷാ സാഹിത്യ വിചാരം കുറച്ചുകൂടി വ്യത്യസ്തമായി തീരുകയാണ്. ഭാഷ എന്തിനുള്ളതാണ്? നമുക്കറിയാം, ശിവരാമനാശാൻ്റെ മുദ്രകളെക്കുറിച്ച് പോലും പറയാറുണ്ട്. മുഴുവൻ പറഞ്ഞു പൂർത്തിയാക്കി ഫുൾ സ്റ്റോപ്പ് ഇടണമെന്നുള്ള യാതൊരു നിർബന്ധവും ശിവരാമനാശാന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവസാന ഭാഗത്ത് ചിലപ്പോൾ ഒരു ഒഴുക്കൻ മട്ടിലൊക്കെ പോകും. ഇരിങ്ങാലക്കുട ഓർമ്മകളിൽ എനിക്ക് എന്നും മനസ്സിൽ നിൽക്കുന്ന മനോഹരമായ ഒരു ഓർമ്മയാണ് ശിവരാമനാശാനോടൊപ്പം പങ്കുവെച്ച ഉണ്ണായി വാര്യർ സ്മാരക ട്രസ്റ്റിലെ 2008-09 ഉള്ള ഒരു വേദി എന്ന് പറയുന്നത്. അന്ന് കഥകളിയിലെ ഈ രംഗവ്യാഖ്യാനങ്ങളെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ പറഞ്ഞ അതേ ആശയം ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, കഥകളിയിലെ പുതിയ കാലഘട്ടത്തിലെ സാഹിത്യ വായനകൾക്കൊപ്പം തന്നെ അരങ്ങിലും സാധ്യമായ വായനകളിൽ പ്രധാനമാണ് സ്ത്രീപക്ഷ വായന എന്ന് പറയുന്നത്. ആ സ്ത്രീപക്ഷ വായനയുടെ, കഥകളിയിലെ ഒരുപക്ഷെ സ്ത്രീപക്ഷ വായനയുടെ വലിയ വക്താക്കളിൽ ഒരാളായി നിന്ന ആളാണ് ശിവരാമനാശാൻ. സ്ത്രീയുടെ ആ തനിമ നിലനിർത്തണം, സംരക്ഷിക്കപ്പെടണം എന്ന് കർശനമായി ആഗ്രഹിച്ച ആളാണ് ശിവരാമനാശാൻ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു വന്ന സന്ദർഭത്തിൽ പറഞ്ഞു, സ്ത്രീവേഷം ചെയ്ത് ശിവരാമനാശാൻ ചിലപ്പോൾ ഞാൻ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും മറന്നു പോവായിരിക്കും. അതുകൊണ്ട് ആശാൻ ഇടയ്ക്ക് ശിവരാമൻ എന്ന് പറയുന്നതെന്ന് വളരെ രസത്തിനിങ്ങനെ പറഞ്ഞപ്പം ശിവരാമൻ, കുട്ടി അങ്ങനെയല്ല, അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ആശാൻ പതിവ് പോലെ പറഞ്ഞു, ഈ ഞാൻ എന്ന് പറയുമ്പം ഒരു അഹന്തയാണ്. ശിവരാമൻ എന്ന് പറയുമ്പോൾ അതുണ്ടാവണില്ല, അതുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ ആ ശിവരാമനാശാൻ്റെ ചിത്രം എല്ലാ കാലത്തും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന മനോഹരമായ ഒരു
എന്താ പറയുന്നത്, നന്മയുള്ള, സ്നേഹമുള്ള, സൗന്ദര്യമുള്ള ഒരു ചിത്രമായിട്ട് അവശേഷിക്കുന്ന ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്കത് ഓർക്കാതെ കടന്നു പോകാൻ ആവില്ല എന്നുള്ളതാണ്. അപ്പം അത്രമേൽ കഥാപാത്രത്തോട് ഇണങ്ങിച്ചേർന്ന ആളാണ് ശിവരാമനാശാൻ. ശിവരാമനാശാൻ്റെ ഓരോ സ്ത്രീ വേഷവും അങ്ങനെ തന്നെയായിരുന്നു. അവിടെ രാജീവേട്ടനും ഓർമ്മയുണ്ടാകുമെന്ന് തോന്നുന്നു, നമ്മൾ ചെർപ്പുളശ്ശേരിയിലെ കഥകളി ക്യാമ്പിൽ അവതരിപ്പിച്ച വേണുമാഷിൻ്റെ 4-ാം ദിവസത്തിൻ്റെ വ്യാഖ്യാനം അന്നത്തെ ദമയന്തി രാജീവേട്ടനായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അന്ന് വളരെ ക്രോധാകുലനായിട്ട് നിൽക്കുന്ന വേണുമാഷാൻ്റെ ബാഹുകൻ, കാരണം വിപരീത ലക്ഷണ വ്യാഖ്യാനമാണ്. ആനന്ദ തുന്തിലനായി വന്ന് എനിക്ക് നല്ല സന്തോഷമാണ് വന്നത് എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും വിപരീതമായി വ്യാഖ്യാനിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കഥാപാത്രമായിട്ട് രംഗത്ത് പെരുമാറുന്ന ബാഹുകൻ വളരെ വിനീത വിധേയായിട്ട് ഉള്ളിലുള്ള അമർഷമെല്ലാം കടിച്ചമർത്തി എന്നാൽ വിനയം ഒട്ടും വിടാതെ നിൽക്കുന്ന രാജീവേട്ടൻ്റെ ദമയന്തിയും. അതിനുശേഷം നടന്ന ചർച്ചകളിലെ പ്രധാന ചർച്ചാ വിഷയം തന്നെ ഇതായിരുന്നു, അരങ്ങിലെ സ്ത്രീപക്ഷ വായനകളുടെ സാധ്യത എന്ന് പറയുന്നത്. ആ ചർച്ചകൾ, അതാണ് വടക്കൻ കഥകളി സംസ്കാരത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. എനിക്കിന്നിവിടെ നിന്ന് ഇതൊക്കെ ഓർത്തെടുത്ത് പറയാൻ സാധിക്കുന്നുവെങ്കിലും വടക്ക് നൽകിയ കഥകളി സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കഥകളിക്ക് ശേഷമുള്ള ചർച്ചകളെ ഇത്രയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്ന കലാകാരന്മാർ വടക്കിൻ്റെ മാത്രം പ്രത്യേകതയാണ്. തെക്ക് നിന്ന് വന്ന നടന്മാരൊക്കെയും ഈ ചർച്ചകളിൽ പലപ്പോഴും ഈർഷ്യ പൂണ്ടപ്പോഴും പറയൂ തെറ്റുകൾ പറയൂ എന്ന് പറഞ്ഞ് എന്തെങ്കിലും തെറ്റുകളെങ്കിലും പറയാതെ പോയാൽ, താൻ ചെയ്ത ആട്ടം എന്തെങ്കിലും തിരിച്ചറിയപ്പെടാതെ പോയാൽ, ഞാൻ ചെയ്തത് അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എന്ന് ചോദിക്കുകയും അതത്ര നന്നായില്ല എന്ന് പറഞ്ഞാൽ അതിനെയും സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്ത ഒരു കഥകളി സംസ്കാരമുണ്ട്. അതാണ് രംഗപാഠത്തെ ഈ വടക്കിൽ ഇത്രയേറെ വളർത്തിയത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. പിന്നെ അത്രമാത്രം സൂക്ഷ്മമായി സാഹിത്യത്തെ നോക്കിക്കാണാനും അതിൻ്റെ വ്യാഖ്യാന സാധ്യതകളിലേക്ക് കടന്നു ചെല്ലാനുമുള്ള ഒരു സാധ്യത വടക്കൻ കഥകളിയിൽ ഉണ്ടായി എങ്കിൽ അത് ഈ ചർച്ചകളുടെ കൂടി ഫലമാണ്. അതാണ് ഞാൻ ജയന്തി ടീച്ചറിനോടുള്ള സംഭാഷണത്തിൽ ഞാൻ ശ്രദ്ധിച്ചത്. അതാണ് വിമർശനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാനും അത് സ്വയം വളരാനുള്ള ഒരു ഊർജ്ജമാക്കി മാറ്റാൻ. ആ ധൈര്യത്തിലാണ് ഞാനും വന്നത്. വിമർശനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും അത് അവനവന് വേണ്ടിയുള്ള ഊർജമായി, കരുതലായി ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുവാനുമുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് കഥകളിയുടെ രംഗപാഠ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അപ്പം ഇങ്ങനെ ഇത്രമാത്രം കോപിക്കുന്ന, ഇത്ര വിപരീതമായി തന്നെ കാണുന്ന, ചെയ്തതെല്ലാം അപരാധം മാത്രമെന്ന് പറയുന്ന ഒരു ബാഹുകൻ്റെ മുന്നിൽ ഇങ്ങനെ വിനീത വിധേയയായി ദമയന്തി നിൽക്കേണ്ടതുണ്ടോ എന്നു ചിന്തിക്കുന്ന പുതിയ സ്ത്രീ വിചാര കാലഘട്ടത്തിൽ നിന്ന് വീണ്ടും നമ്മൾ നളചരിതത്തെ വായിക്കുമ്പോൾ ആട്ടക്കഥയുടെ വ്യാഖ്യാന രീതി തന്നെ മാറിപ്പോവുകയാണ്. അങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന കാർക്കശ്യങ്ങൾക്കപ്പുറം അതും ഒരു സാധ്യതയാണ് എന്ന് അംഗീകരിച്ചു പോകലെന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോഴും ശിവരാമനാശൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. അതൊക്കെ ആവാം കുട്ടികളെ എന്ന് ഹരിപ്രിയച്ചി, ഞാനും ശ്രീധരനും ഒക്കെ അന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ വലിയ സൗഹൃദത്തിൻ്റെ ഒരു കാലമാണ് അന്നും ഇന്നും. അപ്പോൾ അങ്ങനെയൊക്കെ ആവാം. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നളനായാലും ദമയന്തി ആയാലും അരങ്ങിലായാലും കാലഘട്ടം ഏതാണ് എന്ന് ഓർമ്മയുണ്ടാവണം. പരസ്പര ബഹുമാനം എന്ന് പറയുന്നത് നിലനിർത്താൻ പറ്റണം. ദമയന്തിക്ക് അങ്ങനെ ഒരു പരിധി വിട്ടൊന്നും പെരുമാറാൻ പറ്റില്ലേ? ദമയന്തി ഈ കാലത്തെ ആളല്ല, ദമയന്തി പഴയ കാലത്തെ ആളാണ് എന്ന് പറഞ്ഞ ഒരു ശിവരാമനാശാനെ ഓർക്കുന്നു. എങ്കിൽ പോലും പുതിയ കാലത്ത് എന്താണ് ആവും വിധത്തിൽ എന്ന് പറഞ്ഞാൽ കഥകളിക്കിണങ്ങും വിധത്തിലുള്ള വായനകളും വായനാ വ്യത്യാസങ്ങളും ഒക്കെ രംഗപാഠത്തിലും സാധ്യമാകുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. സാന്ദർഭികമായി ഞാനതിങ്ങനെ പറഞ്ഞ് പോകുന്നതാണ്. ഇപ്പോൾ ഈ രംഗപാഠത്തെ നിർണ്ണയിച്ചതിൽ പാഠ വ്യാഖ്യാനങ്ങൾക്കും രംഗവ്യാഖ്യാനങ്ങൾ പദാർത്ഥ വ്യാഖ്യാനങ്ങൾക്കും ഒക്കെ പങ്കുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ കടന്നുവരവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിലേറ്റവും പ്രധാനമാണ് ഈ മൈക്രോഫോണിൻ്റെ വരവ് എന്ന് പറയുന്നത്. നമുക്കറിയാം, പഴയ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പതിഞ്ഞ പദങ്ങളുടെ ആവിഷ്കാരം എത്രമാത്രം ഇന്നത്തേതുപോലെ സാധ്യമായിരുന്നു എന്ന് വിചാരിക്കേണ്ടതുണ്ട്. കുവലയ വിലോചനെ ബാലേ ഭൈമി കിസലയാദരെ എന്നൊക്കെ ഒന്ന് വളരെ പ്രണയപൂർവം പറയണമെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പമുണ്ടായേ പറ്റൂ. ആ ഒരു ഇമ്പത്തെ സാധ്യമാക്കിയതിൽ ശാസ്ത്രീയ സംഗീതത്തിൽ എന്നതുപോലെ കഥകളി സംഗീതത്തിലും മൈക്രോഫോൺ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്.
മറ്റൊന്ന് വൈദ്യുത ദീപങ്ങളുടെ വരവാണ്. പറവട്ടത്തിൽ നിന്ന് സൈഡ് പോസുകളും ആത്മഗതങ്ങളും ഒക്കെ സാധ്യമാക്കിയ വലിയൊരു സാധ്യത, അല്ലെങ്കിൽ വലിയൊരു തുറവി എന്ന് പറയുന്നത് വൈദ്യുത ദീപങ്ങളുടെ വരവ് തന്നെയാണ്. അതോടുകൂടി ഒരുപക്ഷെ നളചരിതം പോലെയുള്ള ആട്ടക്കഥകൾക്ക്, ഇത്രയേറെ ആത്മകഥകൾ നിറഞ്ഞ നളചരിതം പോലെയുള്ള ആട്ടക്കഥകൾക്ക് രംഗസാധ്യത വളരെയേറെ കൂടി എന്നുള്ളതാണ്. കഥകളിയുടെ ഭാഷയ്ക്ക് ഉള്ള വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മൗനം പോലും വളരെ വാചാലമാണ്. ഗോപിയാശാൻ്റെ ഒരു ദീർഘനിശ്വാസം എത്രമാത്രം സംവേദനക്ഷമമാണ് എന്നുള്ളിടത്താണ് അത് നിലനിൽക്കുന്നത്. ദിക്കിലെങ്ങാനും നല്ല സത്കഥയുണ്ടോ കേൾക്കാൻ എന്ന് ചോദിക്കുമ്പം ഗോപിയാശാൻ സൈഡ് തിരിഞ്ഞു നിന്നൊരു ദീർഘശ്വാസമുണ്ട്. ഇത് കാണുന്ന ആസ്വാദകൻ അതിനെ വായിക്കുന്നത്, ഞാൻ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നോട് തന്നെ ഇത് ചോദിച്ചല്ലോ എന്നുള്ളൊരൊറ്റ നെടുവീർപ്പ് ഞാനതിൽ വായിച്ചെടുക്കാറുണ്ട്. അല്ലേ? ഇത്രയേറെ തകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനോട്, അതായത് ഞാൻ നാളെ എന്നോട് തന്നെ ഇത് ചോദിക്കുന്നുവല്ലോ എന്നൊരു തകർന്ന മനുഷ്യൻ്റെ, ഒരു തകർന്ന പുരുഷൻ്റെ നെടുവീർപ്പാണ് ആ ദീർഘനിശ്വാസത്തിൽ അത്രയും കേൾക്കുന്നത്. അപ്പം ഈ ഒരു സാധ്യത, ഈ ഒരു സൈഡ് പോസുകളുടെ സാധ്യത, ഈ ഒരു ദീർഘനിശ്വാസത്തിൻ്റെ സാധ്യത ഒക്കെ കഥകളിയിൽ സാധ്യമാക്കിയതിൽ വൈദ്യുത ദീപങ്ങളുടെ കടന്നുവരവ് വളരെ പ്രധാനമാണ് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പം അത് സാങ്കേതിക വിദ്യയുടെ വളർച്ചയോട് ചേർത്ത് വെച്ച് തന്നെ വിചാരിക്കേണ്ട ഒന്നാണ്. മറ്റൊന്ന്, ഈ പറയുന്നത് പോലെ ആദ്യകാല കഥകളിയിലേക്ക് വന്നിരുന്നത്, അല്ലെങ്കിൽ കഥകളി അഭ്യസിക്കാൻ വന്നിരുന്നത് ആരാണ് എന്നുള്ളതാണ്. ഭടന്മാരിൽ നിന്ന് നടന്മാരെ കണ്ടെത്തിയിരുന്ന കാലത്തിൽ നിന്ന് ഗുരുകുല രീതിയിലുള്ള വിദ്യാഭ്യാസവും ചിട്ടയായ പഠനക്രമവും ഒക്കെ ആയപ്പോൾ കഥകളിയുടെ കെട്ടും മട്ടും ഒക്കെയും മാറി. അവിടെ നിന്ന് വായനയും ഭാഷാ ബോധ്യങ്ങളുമുള്ള ആളുകൾ, പാട്ടുകാരും നടന്മാരും മേളക്കാരും ഒക്കെ കൂടി വന്നപ്പോൾ എന്തിന് തിരശീല പിടിക്കുന്നവർക്ക് പോലും ഉറച്ച സാഹിത്യബോധവും കഥാബോധവും വേണ്ട കലാരൂപമാണ് കഥകളി. എവിടെ എപ്പോൾ തിരശീല പിടിക്കണമെന്ന് ബോധമില്ലാതെ എവിടെയെങ്കിലും ഒക്കെ കയറി തിരശീലയും കൊണ്ട് പെരുമാറിയാൽ അനൗചിത്യാതേന അന്യരസഭംഗസ്യ കാരണം, രസഭംഗത്തിന് മറ്റൊന്നും വേണ്ട, അവർ ഒറ്റ ഇടപെടൽ മാത്രം മതിയാവും. അപ്പം ഈ രസത്തെ നിലനിർത്തിക്കൊണ്ട് കഥകളിയെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിൽ ആർക്കെല്ലാം പങ്കുണ്ട് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അവിടെയാണ് ഈ രംഗവ്യാഖ്യാനം എന്ന് പറയുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞു തീർക്കാനാവാത്ത ഒരു സമഗ്രതയായിട്ട് മാറുന്നത്. വൈദ്യുത ദീപങ്ങളും മൈക്രോഫോണും ചെണ്ടയും പാട്ടുകാരനും മേളക്കാരും ഒപ്പം തിരശീല പിടിക്കുന്നവരും നടനും എല്ലാം ഇത് ഈ ഒരു പ്രക്രിയയുടെ, ഈ ഒരു വ്യാഖ്യാന പ്രക്രിയയുടെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. നിശബ്ദത വേണ്ടടുത്ത് നിശബ്ദത പാലിക്കാൻ അറിയാൻ മേലാത്ത മേളക്കാർ വളരെ തലകീഴായി മറിച്ചിട്ട അവതരണങ്ങളും നമ്മളൊക്കെയും കണ്ടിട്ടില്ല. എന്നെക്കാൾ നിങ്ങളൊക്കെയും കണ്ടിട്ടുണ്ടാവും. അനക്കം കൂടാതെ നരവരനന്യാശു കുതുകാത് അനർഘസ്വർണാഭം ശൈതു മരയന്ന പരിവൃഢ ഇണക്കാമെന്നോർത്തങ്ങിതമുടു പിടിച്ചോരളവിലെ കനക്കും ശോകം പൂണ്ടവനതരുരോധാതി കരുണം. ഇത് പാടുന്ന പാട്ടുകാർ പാടുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഓരോരുത്തരും പാടുന്നത് ചിലർ ശ്ലോകത്തിൻ്റെ ഒരു ഗാംഭീര്യം എല്ലാം ഉൾക്കൊണ്ട് പാടും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മധുവേട്ടനും രാമേട്ടനും കൂടിയുള്ള ഒരു കോമ്പിനേഷനിലാണ് ഞാൻ ഏറ്റവും ഭംഗിയായിട്ട് ഇതിങ്ങനെ ആയിക്കൂടെ എന്നൊരു വിചാരത്തിൽ ഭയങ്കര ശാന്തമായിട്ട് ആ നിശബ്ദതയെ അത്രയും അനുഭവവേദ്യമാക്കിക്കൊണ്ട് ഈ ശ്ലോകം ചൊല്ലുന്നത് കേട്ടിട്ടുള്ളത്. നിശബ്ദത അനുഭവപ്പെടുത്തിക്കൊണ്ട് ഒരു ശ്ലോകം ചൊല്ലാൻ പറ്റുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. ആ ചൊല്ലലുണ്ട്, ശബ്ദമുണ്ട്, പക്ഷേ ആ നിശബ്ദത അത്രയും അവിടെ അനുഭവവേദ്യമാണ്. എന്താ വെച്ചാൽ ഒരു തുമ്പിയെ പിടിക്കാൻ പോകുന്നതിൽ പമ്മി പമ്മി പമ്മിയുള്ള ആ പോക്കിന് ശബ്ദം കൊണ്ടൊരു ഘടന കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പാടുമ്പോഴും നിശബ്ദനായിരിക്കാൻ പറ്റാതെ ചെണ്ടയിൽ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന മേളക്കാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ അവിടെ പരിപൂർണ നിശബ്ദത സൃഷ്ടിച്ചിട്ട് ആ അരയന്നത്തെ അങ്ങോട്ട് പിടിക്കുന്ന പിടുത്തത്തെ അല്ലേ മേളം കൊണ്ടൊന്ന് അനുഭവിപ്പിച്ച് കൊഴിപ്പിക്കുന്ന മേളക്കാരുമുണ്ട്. ഇതും നമ്മൾ കഥകളിയിൽ കാണുന്നതാണ്. ഔചിത്യബോധം എന്ന് പറയുന്നത് പാട്ടുകാർക്കോ നടന്മാർക്കോ മാത്രം പോരാ. മിണ്ടാതെ ഇരിക്കേണ്ടടുത്ത് മിണ്ടാതെ ഇരിക്കുവാനുള്ള ബോധം മേളക്കാർക്കും വേണമെന്ന് പഠിപ്പിക്കുന്ന കലയാണ് കഥകളി. അപ്പോൾ അങ്ങനെ രംഗവ്യാഖ്യാനങ്ങളുടെ ഒരു ഘടന നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ജീവിത പാഠങ്ങളാണ്. നിശബ്ദരായിരിക്കേണ്ട ഇടങ്ങളിൽ നിശബ്ദരായിരിക്കുവാനുള്ള
മനുഷ്യജീവികളോടുള്ളൊരു പ്രഖ്യാപനം കൂടിയുള്ള കലയാണിത്. ഇല്ലെങ്കിൽ അത് ജീവിതത്തിൻ്റെ രസത്തെ മുഴുവൻ നശിപ്പിച്ച് കളയുമെന്നുള്ള അടിസ്ഥാന പാഠമാണത്. ജീവിതരസം അങ്ങനെയാണ്. മൗനം ദീക്ഷിക്കേണ്ടടുത്ത് മൗനം ദീക്ഷിക്കുവാനും പറയേണ്ടത് പറയേണ്ടപ്പോൾ പറയേണ്ടവരോട് പറയേണ്ടതുപോലെ പറയുവാനുള്ള ഒരു അനുശീലനം കൂടിയാണ് ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പഴയ ആളുകൾ പറയുന്നത് നല്ല കാഴ്ച സംസ്കാരമുള്ള കലാസംസ്കാരമുള്ള മനുഷ്യരെന്ന് പറയുന്നത് ഏറ്റവും മികച്ച മനുഷ്യരായിരിക്കുമെന്ന് പറയുന്നത്. വെറുതെ പറയുന്നതല്ല ആളുകൾ. കലാസാഹിത്യ അഭിരുചിയുള്ള ആളുകൾക്ക് ഒരിക്കലും ക്രിമിനലുകളാകാൻ പറ്റില്ല. അവർക്ക് മനുഷ്യരായി ജീവിക്കാനേ സാധിക്കുകയുള്ളൂ. കാരണം അവരുടെ അനുശീലനം എന്ന് പറയുന്നത് കൃത്യമായ ശിക്ഷണത്തോടും ക്ഷമയോടും കൂടിയതാണ്. അത് വലിയൊരു ജീവിത പാഠമാണ്. അപ്പം ഇതും അരങ്ങുപാഠത്തിൽ നിന്ന് നമ്മൾ സ്വായത്തമാക്കുന്ന ചില പാഠങ്ങളാണ്. അങ്ങനെ പാഠങ്ങൾ സ്വായത്തമാക്കാൻ പറ്റാത്ത പ്രേക്ഷകരുടെ മുന്നിൽ വന്നിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് വാസ്തവം. അല്ലെ, ആസ്വാദകർ വ്യാഖ്യാനിച്ചെടുക്കുമ്പോൾ അവർ വ്യാഖ്യാനിച്ചെടുക്കേണ്ട പാഠങ്ങളിൽ ഇങ്ങനെ ചിലതും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. എൻ്റെ വിചാരം ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്നതൊക്കെയും എൻ്റെ ശരികളാണ്, തിരുത്തപ്പെടേണ്ട തെറ്റുകളാണ്. അതെങ്കിൽ തീർച്ചയായും തിരുത്തപ്പെടുന്നതുമാണ് എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ രംഗവ്യാഖ്യാനത്തെ വൈവിധ്യമാക്കി തീർക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഹ്രസ്വങ്ങളെയും ദീർഘങ്ങളെയും തിരിച്ചറിഞ്ഞ് ആവിഷ്കരിക്കാൻ പറ്റുക. ഈ ഹ്രസ്വ ദീർഘങ്ങളുടെ ആവിഷ്കാരത്തിലും എനിക്ക് തോന്നുന്നു, എനിക്ക് കുഞ്ചുനായർ ട്രസ്റ്റ് തന്നെയാണ് അത്തരത്തിലും ഒരു ശിക്ഷണം എനിക്ക് തന്നിട്ടുള്ളത്. കാരണം ഹരിണാക്ഷി ജനമൗലിമണേ എന്ന പദം പാടുമ്പോൾ ഹരിണാക്ഷി എന്ന് നീട്ടിപ്പാടിയ സന്ദർഭത്തിൽ ഈ ഹരിണാക്ഷി എന്ന് നീട്ടിപ്പാടിയാൽ അതൊരു വിളിയല്ലേ, ഒരു ഹരിണാക്ഷി ഇങ്ങ് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നതല്ലേ? അങ്ങനെയല്ലല്ലോ. ഹരിണാക്ഷി ജന ഒക്കെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്യണ്ടേ എന്നൊക്കെ ചിന്തിച്ചപ്പോൾ ഇപ്പോഴും ഓർക്കുന്നു, രാമേട്ടൻ നിന്ന് പലയാവർത്തി പാടി ശരിയാണ്, അത് ഇങ്ങനെ പാടാല്ല, ഇങ്ങനെ പാടണം എന്ന് എവിടെയാണ് ഈ ഒന്നുമല്ലാത്ത എന്നെ പോലെയൊക്കെയുള്ള കൊച്ചു കുട്ടികൾ പറയുന്നിടത്താണ്. 10-15 വർഷങ്ങൾക്ക് മുമ്പുള്ള അനുഭവങ്ങളാണിത് അല്ലേ. ആ പറയുന്നിടത്താണ് ശരി ഒന്ന് പാടി നോക്കാം, അങ്ങനെ ഒരു സാധ്യതയുണ്ടോ, അത് സാധ്യമാകുവാണ് എങ്കിൽ അങ്ങനെ എന്ന് ചിന്തിക്കുന്ന വലിയ കലാകാരന്മാരെ, ഈ കലാകാരന്മാരോടൊപ്പമുള്ള ഇത്തരം വേദികൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയ അനുഭവ പാഠങ്ങളാണ്. ഇവിടെ ഈ കൊച്ചു കുട്ടികളെ കാണാത്തപ്പോഴുള്ള എൻ്റെ ഒരു വിഷമവും അതാണ് അല്ലേ. അവർ ജീവിത പാഠങ്ങൾ മറ്റെവിടെ നിന്ന് സ്വായത്തമാക്കുമെന്നുള്ള വലിയൊരു ആശങ്കയാണ്. പണ്ടൊക്കെയും ഒന്നുമില്ലെങ്കിലും കിടന്ന് കഥകളി തുടങ്ങുമ്പോൾ കിടത്തി ഉറക്കിയിട്ട് കഴിയുമ്പോൾ എടുത്തുകൊണ്ട് പോകാനെങ്കിലും കുട്ടികളൊക്കെയും ഇത്തരം ഇടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴവരെ ആരെയും കാണുന്നില്ല. അവരുടെ അനുശീലന മാർഗങ്ങളും അവരുടെ താല്പര്യങ്ങളും എല്ലാം തികച്ചും വ്യത്യസ്തങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്കാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. തിരിച്ച് നമുക്ക് രംഗവ്യാഖ്യാനത്തിലേക്ക് തന്നെ വരാം. അപ്പം ഇങ്ങനെ നിരവധിയായ വ്യാഖ്യാന സാധ്യതകൾ. അപ്പോൾ ഭാഷയുടെ പ്രയോഗ രീതി അറിഞ്ഞ്, പ്രയോഗ മാതൃക അറിഞ്ഞ് അതിൻ്റെ ആശയവിനിമയം എപ്രകാരമാണ് എന്ന് ചിന്തിച്ചു പോയെങ്കിൽ മാത്രം സാധ്യമാകുന്നതാണ് ഇതൊക്കെ. ഹരിണാക്ഷി എന്ന ഹ്രസ്വവും ഹരിണാക്ഷി എന്ന ദീർഘവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നിടത്ത് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. അത് കഥകളിയുടെ രംഗവേദിയെ സ്വാധീനിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഇനിയുമുണ്ട് അബദ്ധവ്യാഖ്യാനങ്ങളുടെ ഒരു ശൃംഖല തന്നെ. അതിനകത്ത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന വളരെ രസകരമായ ഒരു ഭാഗമെന്ന് പറയുന്നത് ഹംസം ദമയന്തിയോട് പറയുന്ന, രാജീവേട്ടനൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നാണം കൊണ്ടിനിയേതും മറയ്ക്കരുതേ എന്ന ഭാഗം. ഒന്ന് പാടി ആവിഷ്കരിച്ചു, 2 പാടി ആവിഷ്കരിച്ചു, 3 പാടി 4-മതും പാടി കഴിഞ്ഞപ്പം ഉത്തരീയം കൊണ്ട് നാണം കൊണ്ട് ഇനി ഏതും മറയ്ക്കരുതേ എന്നൊരു വ്യാഖ്യാനം കണ്ടു. സത്യം പറഞ്ഞാൽ എന്നിലെ സ്ത്രീത്വമൊക്കെ അങ്ങ് ഉണർന്നു പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറയുന്ന പോലെ ആദിയോടന്തം മനസ്സിലാക്കി കഥകളി കണ്ടുപോകാൻ പ്രാപ്തിയുള്ള ഒരാളല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ കഥകളി കാണാൻ മുന്നിൽ വന്നിരിക്കുന്ന ഏതൊരാൾക്കും ആസ്വദിക്കാനുള്ള വിഭവങ്ങൾ അത്രയും കഥകളിയിലുണ്ട് എന്നും തിരിച്ചറിഞ്ഞിട്ടുള്ള ആളാണ്. പറഞ്ഞല്ലോ, ബഹുജനം പലവിധം എന്ന് പറയുന്നത് പോലെ ആസ്വാദകർ പലവിധമാണ്. അതിനെക്കുറിച്ചൊക്കെ അറിവുള്ള ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നവരല്ല. അതുകൊണ്ട് ഞാൻ അത്തരം വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പം വ്യാഖ്യാനം ഇങ്ങനെ അങ്ങ് പോവുകയാണ്. എന്തും കയ്യിൽ നിന്ന് ഇട്ടങ്ങ് കാണിച്ചു പോകാം എന്നുള്ള ഒരു ചിന്തയാണ്. ദമയന്തി ആരാണ്, ആരോടാണ് പറയുന്നത് എന്നൊന്നും വിചാരിക്കാതെ നീ നിന്റെ നഗ്നത മറയ്ക്കരുത് നാണം കൊണ്ട് എന്ന അർത്ഥത്തിലേക്ക് ആ വ്യാഖ്യാനം പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വർണ്ണവർണ്ണമാമന്നം പഴം തിന്നു വരികയോ എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഞാൻ പറയേണ്ട കാര്യം. ഒരുപാട് തവണ ഞാൻ കഥകളി ചർച്ചകളിൽ കേട്ടിട്ടുള്ളതുമാണ്.
അതുകൊണ്ട് മുതിർന്ന തലമുറയൊക്കെ വളരെ രസകരമായി പറയുന്ന കഥകളിൽ അതുമുണ്ട്. ഒരുപക്ഷെ കഥകളിയുടെ കഥ പറയുന്നതിനേക്കാൾ കഥകളിയുടെ രംഗാവിഷ്കാരത്തെക്കുറിച്ചുള്ള ഫലിതങ്ങൾ പറഞ്ഞു പോകുന്നത് വളരെ പ്രധാനമായ ഒന്നായിട്ടാണ് കഥകളി ലോകത്ത് നിലനിന്ന് പോകുന്നത്. അത്തരം ഒരുപാട് കഥകളുണ്ട്. അപ്പം എന്നാൽ ഇങ്ങനെ രംഗവ്യാഖ്യാനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പലതുകൾ ചേർന്നാണ് വളർന്നു വരുന്നത്. അവിടെ ഭാഷയുണ്ട്, സംഗീതമുണ്ട്, മേളമുണ്ട്, ഈ പറയുന്നത് പോലെ എന്തിന് വേഷഭംഗി പോലും ഉണ്ട്. ഈ കഥകളി കണ്ട് നടന്ന കാലത്ത് ഈ ഉടുത്തുകെട്ടെ ഇതൊക്കെ എവിടത്തെയാ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, അതിനെക്കുറിച്ച് പോലും ആസ്വാദകർ കൂടുതൽ ശ്രദ്ധാലുക്കളാണ് എന്നുള്ള വലിയൊരു തിരിച്ചറിവ് എനിക്കുണ്ടായത് ഈ കഥകളി അരങ്ങുകൾ ഇങ്ങനെ കണ്ടുപോയ ഘട്ടത്തിലാണ്. കാരണം വേഷഭംഗി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് മുഖത്തേജത്തിൻ്റെ ഒന്നും മാത്രം ഭംഗിയല്ല, കിരീടത്തിൻ്റെ ഭംഗി. ഇനി അവിടെ എവിടെയും നഷ്ടപ്പെട്ടു പോയ അലുക്കുകളോടുകൂടിയ കിരീടം എന്തൊരു അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത്. ഭംഗിയുള്ള കിരീടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആസ്വാദന തലം മറ്റൊന്നാണ്. കിരീടത്തിലെ അലുക്കുകൾ എണ്ണിക്കൊണ്ടിരുന്ന നമ്പൂതിരിയുടെ കഥയൊക്കെ ഇങ്ങനെ പല ഘട്ടങ്ങളിലായി മുതിർന്നവർ പറഞ്ഞത് ഓർക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ ഉടുത്തുകെട്ട്, വളരെ മുഷിഞ്ഞ ഉടുത്തുകെട്ടുകളും നല്ല മനോഹരമായ ചെളിയും കറയും ഇല്ലാത്ത ഉടുത്തുകെട്ടുകളും തമ്മിൽ എത്ര വ്യത്യാസമാണുള്ളത്. അപ്പം ഏതൊരു അംശത്തിൽ നോക്കിയാലും അല്ലേ, വേണ്ടതുപോലെ എണ്ണയൊഴിച്ച് വൃത്തിയായി ഭംഗിയായി തെളിഞ്ഞു കത്താത്ത ഒരു നിലവിളക്ക് പോലും എന്നുള്ളത് ഞാൻ ചെറുതൊക്കെ പറഞ്ഞതല്ല, അതും നിലവിളക്കും രംഗവ്യാഖ്യാനത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. ഈ കളി നമുക്ക് മനസ്സുറച്ച് സ്വസ്ഥമായി കണ്ടുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് മൂളുന്ന മൈക്കുകൾ ആസ്വാദകൻ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. തെറ്റായി പാടുന്ന പാട്ടുപോലെ, ഇടറിക്കേക്കുന്ന മേളം പോലെ, ഔചിത്യമില്ലാതെ പെരുമാറുന്ന തിരശീലക്കാരെ പോലെ, അല്ലെ ഇടയ്ക്ക് പിന്നിലൂടെ കാപ്പിയും ചായയുമായി പോകുന്ന ആളുകളെ പോലെ ഒക്കെ തന്നെയാണ് ചെറുതും വലുതുമായ ഓരോ ഘടകങ്ങളും കഥകളിയുടെ അവതരണത്തെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്നത് തന്നെയാണ് എൻ്റെ ഒരു തിരിച്ചറിവ്. ഇതിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് ആസ്വാദകർ അവരുടെ വ്യാഖ്യാനങ്ങളെയും വായനകളെയും ഉണ്ടാക്കി തീർക്കുന്നത്. ഈ ആസ്വാദക വ്യാഖ്യാനങ്ങളും ആസ്വാദക പാഠങ്ങളും എന്നുള്ള വിചാരമാണ് ഏറ്റവും കൗതുകകരമായ മറ്റൊരു വിചാരം. നമുക്കറിയാം, കഥകളി കാണാൻ വരുന്നവരാരും കഥയറിയാൻ വരുന്നവരല്ല. ഇപ്പം ഞാൻ കുട്ടികളോട് ക്ലാസ്സിൽ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഒരു സിനിമ കാണാൻ എത്ര തവണ പോകും? ഒരു 3-4 തവണയൊക്കെ പോകും മിസ്സേ. 3-4 തവണയൊക്കെ പോകും. എല്ലാ സിനിമയൊക്കെ കാണാൻ പറ്റുമോ? അങ്ങനെ ഒരു 3 തവണ, ശരിക്കും 3 തവണ പോകുമോ? അല്ല, ഒരു 2 തവണയൊക്കെ അങ്ങനെ നമ്മൾ ചോദിച്ചു വരുമ്പോൾ 2 തവണ വരെ പോകുന്നുണ്ടാവും. പക്ഷേ കഥകളിയുടെ ആസ്വാദകർ അങ്ങനെയല്ല. അവർ രാവിലെ കണ്ട കഥകളി ഉച്ച കഴിഞ്ഞ് എവിടെയെങ്കിലും അവിടെയും പോയി കാണും. നാളെ ഉണ്ടെങ്കിൽ നാളെയും കാണും, മറ്റന്നാളും കാണും. ഒരേ കഥ തന്നെയായിരിക്കും, പക്ഷേ നമ്മൾ പോകും. എന്തുകൊണ്ടാണെന്നറിയുമോ? അല്ലെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കഥകളി കണ്ടിട്ടില്ലാത്ത കുട്ടികളോടാണ് ഈ പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയുമോ? അവരുടെ കയ്യിൽ ഉത്തരവില്ല. അപ്പൊ അവിടെയാണ് എന്തു പറയുന്നു എന്നതിനേക്കാൾ എങ്ങനെ പറയുന്നു എന്നത് പ്രധാനമാകുന്നത്. ഈ ഒരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഒരു കാലഘട്ടത്തിനുണ്ടാക്കിയ വലിയൊരു സംസ്കാരമുണ്ട്. ആരോട് എപ്പോൾ എന്ത് എങ്ങനെ എന്ന് പറയാൻ അറിയാത്ത, നല്ല ഒരു വിനിമയ ഭാഷയില്ലാത്ത തലമുറകളെയാണ് നമ്മൾ നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തു പറയുന്നു എന്നതിനൊപ്പമോ അതിലേറെയോ എങ്ങനെ പറയുന്നു എന്നത് പ്രധാനമായ കഥകളി നമ്മുടെ ശ്രദ്ധയെ അങ്ങോട്ടാണ് ക്ഷണിക്കുന്നത്. പറച്ചിലിന്റെ രീതി ഭേദങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. അത് കണ്ടുകൊണ്ടിരുന്നിട്ട് നമുക്ക് ഇതൊന്നും കണ്ടില്ല എന്നൊന്നും അടിച്ചു പോകാനാവില്ല. അതാണ് കഥകളി സംസ്കാരം. അതുകൊണ്ടാണ് കഥകളി സംസ്കാരം ജീവിത സംസ്കാരമാണ് എന്ന് പറയുന്നത്. കഥകളി പണ്ട് ഇരുന്നുറങ്ങിയിട്ട് പോകാം, ഇനി അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടുമോ? അപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് ഈ നമ്മുടെ ട്രസ്റ്റിലെ കഥകളികളുടെ ഒരു രീതിയാണ്. ഞാനൊക്കെ ഈ ആദ്യമൊക്കെ കഥകളി കാണാൻ വരുമ്പോൾ എനിക്കിത് രാഗം മനസ്സിലാവുന്നില്ല, താളം മനസ്സിലാവുന്നില്ല, മുദ്രകളെല്ലാം അറിയത്തില്ല, ആകെ പ്രശ്നം. എനിക്കിതിൽ നിന്ന് എന്ത് കിട്ടും? എല്ലാവരും ഇത് കഴിയുമ്പോൾ ഭയങ്കര ചർച്ചയാണ്. എനിക്കും എന്തെങ്കിലും പറയണ്ടേ? ഇങ്ങനെ നോക്കിയിരിപ്പാ കണ്ണും പിടിച്ച് എന്ത് കിട്ടും. അപ്പം ഈ ചിത്രനൊക്കെ ആണെങ്കിൽ ആദ്യം നീ പറ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു അസൈൻമെന്റ് തരും. അപ്പം പറയണമല്ലോ. അപ്പൊ രാജീവേട്ടൻ്റെ വേഷമാണെങ്കിൽ രാജീവേട്ടൻ മഞ്ജുഷയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ നമ്മളെ കൊണ്ട് പറയിക്കുക. അങ്ങനെ നടന്ന
ഒരരങ്ങിലാണ് കീചകവധത്തിൽ എനിക്ക് എന്നെക്കുറിച്ച് ഭയങ്കര സന്തോഷവും അഭിമാനം തോന്നിയ ഒരു അരങ്ങായിരുന്നത്. അപ്പോൾ ഈ കീചകവധത്തിൽ കീചകൻ നാട്യഗൃഹത്തിലേക്ക് വരികയാണ്, തപ്പിത്തടഞ്ഞിങ്ങനെ കണ്ണൊക്കെ അടച്ച് വരികയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കഥകളി തീർന്നു കഴിഞ്ഞപ്പോൾ രാജാനന്ദേട്ടൻ മഞ്ജുഷ എന്താ പറയൂ, എന്തെങ്കിലും പറയാണ്ട് പറയൂ എന്ന് പറഞ്ഞപ്പം ഞാൻ വലിയൊരു മണ്ടത്തരമാണ് പറയുന്നത് എന്നുള്ള വിചാരത്തിൽ നിന്ന് ഞാൻ പറയണം, അതല്ലേ ഈ കീചകം വരുമ്പം കണ്ണ് കാണാൻ മേലാത്തത് കീചകൻ കണ്ണു പൊട്ടനായതുകൊണ്ടല്ലോ, അവിടെ ഇരുട്ടായതുകൊണ്ടല്ലേ, അപ്പൊ പിന്നെ ഈ കീചകൻ കണ്ണടച്ച് വരേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് അവരെനിക്ക് തന്ന ഒരു സപ്പോർട്ട് അല്ലേ. ആ നാട്യഗൃഹത്തിലെ അന്ധകാരം കൊണ്ടാണ് കണ്ണ് കാണാതെ വന്നതെങ്കിൽ അത് ആവിഷ്കരിക്കാൻ നടനാവണമെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായി എന്നുള്ളതിന് എനിക്ക് കിട്ടിയ അഭിനന്ദനമാണ്. അപ്പൊ എന്നെ കഥകളി കാണാൻ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ പ്രഖ്യാപിച്ചു. ഇങ്ങനെ എന്ത് പാഠങ്ങളാണ് അരങ്ങിന് മുന്നിൽ വന്നിരിക്കുന്ന ഓരോ ആസ്വാദകനും കിട്ടുവാനുള്ളത്. അപ്പൊ ഇതൊക്കെ കൂടി അങ്ങോട്ട് എഴുതി വെച്ചാലോ, സിനിമയ്ക്ക് ശേഷമുണ്ടാകുന്ന തിരക്കഥ പോലെ ഓരോ അവതരണത്തിനും ശേഷമുണ്ടാകുന്ന ആട്ടക്കഥകളെ പുനരാവിഷ്കരിച്ചാൽ എത്ര 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 വ്യത്യസ്തങ്ങളായ ആട്ടക്കഥകളായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെ ആലോചിക്കുന്നു. അത്ര സമൃദ്ധമാണ്. ഒരിക്കലും ഇന്ന് കണ്ടതല്ല നാളെ കാണുന്നത്. മനോധർമ്മങ്ങളിൽ മാറ്റമുണ്ട്, സൂക്ഷ്മ അഭിനയങ്ങളിൽ മാറ്റമുണ്ട്. ഇപ്പോൾ ഗോപിയാശാനൊക്കെ ഒരു ഘട്ടത്തിന് ശേഷമാണ് സമാന്തര വ്യാഖ്യാനങ്ങളിലേക്ക് എത്തുന്നത്. ഗോപിയാശാന്റെ സമാന്തര വ്യാഖ്യാനം കണ്ടു കഴിഞ്ഞാൽ ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് ദമയന്തിയുടെ സാമ്യമകന്നൊരു ഉദ്യാനത്തിന്റെ പദമൊന്നും നോക്കാൻ തോന്നില്ല. സാമ്യമകന്നൊരു ഉദ്യാനത്തിന് അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള വിചാരങ്ങൾ നടന്മാരുടെ ഇടയിൽ ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു ആസ്വാദക പക്ഷത്ത് നിന്ന് ഇങ്ങനെ നോക്കിയിരുന്ന് നമ്മളങ്ങ് കണ്ടുപോകും. സാമ്യമകന്നൊരു ഉദ്യാനത്തിന് സമാന്തരമായി നടത്തുന്ന വ്യാഖ്യാനം, ഈ ഒരു സമാന്തര വ്യാഖ്യാനം എന്ന് പറയുന്നതും കഥകളിയുടെ രംഗാവതരണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ ജീവിതത്തെ സൂക്ഷ്മമായി നോക്കിക്കാണുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള മനോധർമ്മങ്ങളോ സമാന്തര വ്യാഖ്യാനങ്ങളോ അരങ്ങത്ത് ആവിഷ്കരിക്കാൻ സാധിക്കുന്നത്. പക്ഷെ കഥകളിയുടെ ആസ്വാദകരെ സംബന്ധിച്ച് ഇപ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പണ്ടും നിലനിന്നിരുന്നതാണ്, നമുക്കറിയാം. നല്ല ആസ്വാദകരായ ആളുകൾ അവതരണത്തിനു ശേഷം നടത്തുന്ന വിശകലനങ്ങളോ വിമർശനങ്ങളോ ആണ് ഓരോ അവതരണത്തെയും നവീകരിച്ചു കൊണ്ടിരുന്നത്, ഓരോ നടനെയും പരുവപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതാണ് ഇപ്പോൾ ആ ചർച്ചകളൊക്കെ വളരെ കുറഞ്ഞു. ഇത് ഒരു തരത്തിൽ പറഞ്ഞ ഒരു ട്രെൻഡിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും നിലനിന്ന് പോകുന്നത്. പക്ഷേ ഇതുപോലെയുള്ള കൂട്ടായ്മയിലേക്ക് വരുന്ന ആളുകൾ ഗൗരവമായി കഥകളിയെ നോക്കി കാണുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും കഥകളി എല്ലാ കാലത്തും നിലനിൽക്കണമെന്ന് കൂടുതൽ കാലത്തിനിണങ്ങും വിധം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പം സൂക്ഷ്മമായ ഇത്തരം ആവിഷ്കാരങ്ങൾ പലപ്പോഴും ശ്രദ്ധയിൽ പെടുകയും ഇങ്ങനെ സൂചിപ്പിക്കപ്പെടുകയും ചെയ്തു പോകും എന്നുള്ളതാണ്. ആസ്വാദക പക്ഷത്തിരുന്നു കൊണ്ട് നമ്മൾ ഇതൊക്കെ നോക്കി കാണുമ്പോൾ അല്ലേ, നടപക്ഷവും ആസ്വാദക പക്ഷവും നമുക്കറിയാം. ആസ്വാദകന്റെ ചെറിയൊരു ഭേദം മതി നടന്റെ സകല കോൺഫിഡൻസും കളയാനായിട്ട്. നടന്റെ കോൺഫിഡൻസ് കൂട്ടാനും അത് തന്നെ മതി. രംഗകലകളുടെ എല്ലാ കാലത്തെയും ഒരു പ്രത്യേകത അതാണല്ലോ. അപ്പം ഞങ്ങളുടെ നാട്ടിൽ പണ്ട് നാടകം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് KPSCയുടെ നാടകം അവതരിപ്പിക്കുമ്പോൾ നാടകത്തിലെ നായിക നെഞ്ച് തകർന്ന് പറയുകയാണ്, 2010കളിലാണ് പറയുന്നത്, രാവിലെ തൊട്ടിവിടെ ഇരുന്ന് ഈ വെയിലത്തിരുന്ന് ഈ മെറ്റിലടിച്ചാൽ കിട്ടുന്ന പൈസ കൊണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വയറ് നിറച്ച് ആഹാരം പോലും കൊടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ നാട്ടിലെ ലീല ചേച്ചി അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ഒറ്റ ആട്ടാണ്, എന്നിട്ടൊരൊറ്റ തെറിയാണ്. എന്നിട്ട് പറയാ, എടി നീ ചെയ്യുന്ന ഈ പണി തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ഒറ്റ കൊട്ട മിറ്റിൽ 35 രൂപയാണ്, 1 കിലോ കുത്തരിക്ക് 15 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞത്. നാടകം തീർന്നതോടെ അടുത്ത ഡയലോഗ് പറയാൻ പറ്റാതെ നിന്നുപോയ ആ നടിയെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അല്ലെ, ഒന്ന് സ്റ്റക്കായതിനു ശേഷമാണ് നാടകം മുന്നോട്ട് പോകുന്നത്. അത് തന്നെയാണ് കിരീടത്തിലെ അലുക്കുകൾ എണ്ണിക്കൊണ്ടിരുന്ന നമ്പൂതിരി നടനിലുണ്ടാക്കിയ അസ്വസ്ഥതയെന്ന് പറയുന്നത്. ഛേ ഹേ എന്നൊക്കെ ഇങ്ങനെ ശിരസാട്ടിക്കൊണ്ടിരുന്ന ആസ്വാദകൻ നടനിലുണ്ടാക്കിയ അസ്വസ്ഥത, വലിയ അപരാധം ചെയ്തതുപോലെ കളി തീരും വരെയും വലിയ മനസ്താപത്തോടെ അരങ്ങിൽ പെരുമാറേണ്ടി വരുന്ന നടനെന്ന് പറയുന്നത്. അത് ആസ്വാദക കാലഘട്ടത്തിന്റെ ഒരു വശം. ഇപ്പോഴുള്ള ആസ്വാദകരെ നമുക്കറിയാം, പലപ്പോഴും ആസ്വാദകരെ ആസ്വദിക്കാൻ വരുന്നവരാണോ, ട്രെൻഡിന്റെ ഭാഗമായിട്ട് വരുന്നതാണോ,
പറയുന്നത് പോലെ ബഹുജനം പലവിധം എന്ന് പറഞ്ഞാൽ കാണികൾ എന്ന് പറയുന്ന വെറും കാണികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്ക് പലയിടങ്ങളിലും ആസ്വാദകർ ചുരുങ്ങുകയാണ്. അപ്പം ആസ്വാദകർ എന്ന് പറയുന്ന വിഭാഗം ഞാൻ ഈ പറഞ്ഞതുപോലെ കലയെ കലയായി കാണുന്നവരും ആ കാണുന്ന കലയെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുന്നവരുമായ ആളുകളാണ്. അപ്പം ജീവിതവും കലയും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ട് എങ്കിൽ മാത്രമാണല്ലോ ഇത് രണ്ടും നിലനിന്ന് പോകുന്നത്. അവിടെയാണ് നളചരിതം വീണ്ടും വ്യത്യസ്തമാകുന്നത്. ഇത്രമാത്രം ജീവിതഗന്ധിയായ അല്ലെങ്കിൽ ജീവിതം പറയുന്ന മറ്റൊരാട്ടക്കഥയുണ്ടോ എന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരുന്നതും അവിടെയാണ്. അപ്പം നളചരിതം പോലെയുള്ള ഒരു ആട്ടക്കഥയുടെ രംഗപ്രയോഗത്തെ ഇത്രമേൽ സാധ്യമാക്കിയ സാങ്കേതിക വിദ്യയുടെയും ഭാഷാ സാഹിത്യ വിചാരത്തിൻ്റെയും ഒക്കെ മുന്നോട്ടു പോക്കിലാണ് നമ്മൾ സ്ത്രീപക്ഷ വിചാരങ്ങളും നിർവഹിച്ച് പോരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ജയ ടീച്ചറിൻ്റെയും ശ്രീജിത്തിൻ്റെയും പ്രഭാഷണം കേൾക്കുക എന്നുള്ളത് വലിയ ലക്ഷ്യമായിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇപ്പം ഇവരെയൊക്കെ കണ്ടപ്പോഴുള്ള ആവേശത്തിൽ ഞാനിങ്ങനെ കാട് കയറി പോകുന്നു എന്നൊരു സംശയം ഞാൻ പെട്ടെന്ന് തന്നെ ഉപസംഹരിക്കുകയാണ്. കാരണം ഗുരുക്കന്മാർ പകർന്നു തന്ന പാഠങ്ങളൊക്കെ കൈമോശം വന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വലിയ ഗുരുദക്ഷിണയാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് കൂടിയാണ്. അപ്പം എന്താണെങ്കിലും ഇങ്ങനെയുള്ള ഒരു ആസ്വാദക സംസ്കാരത്തിൽ നിന്നാണ്, അങ്ങനെയുള്ള ആസ്വാദകർ എവിടെ എന്നുള്ളതാണ് പുതിയ ചോദ്യം. അപ്പോൾ പുതിയ കുട്ടികളോട് ചോദിക്കുമ്പോൾ കഥകളി കാണാത്ത എൻ്റെ പൊന്നു മിസ് ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത്? ഇത് എത്ര മണിക്കൂറാണ്? ഞാൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഒരാട്ടക്കഥയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആമുഖമായിട്ട് ഇങ്ങനെയുള്ള ഒരു 10-20 കഥകളും സന്ദർഭങ്ങളും ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും നിങ്ങൾ പോയി ഒന്ന് കണ്ടു നോക്ക്, യൂട്യൂബിലുണ്ടല്ലോ, യൂട്യൂബിലെങ്കിലും കണ്ടു നോക്ക്, എന്നിട്ട് നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും കിട്ടിയെങ്കിൽ എന്നോടൊന്ന് വന്ന് പറ. അങ്ങനെ ഓരോ വർഷവും ഒരാളെയെങ്കിലും കഥകളി ആസ്വാദന രംഗത്തേക്ക് വിടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഗുരുക്കന്മാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദക്ഷിണ എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്കറിയാം ഒരു 10-20 കുട്ടികളെങ്കിലും തീർച്ചയായിട്ടും റെഗുലറായിട്ട് കഥകളി കാണാൻ പോകുന്നു എന്ന് മാത്രമല്ല, കഥകളിയുടെ അവരുടെ നാട്ടിൽ എവിടെ അവതരണം ഉണ്ടെങ്കിലും അതിൻ്റെ ബ്രോഷറൊക്കെ എനിക്ക് അയച്ചു തരും. അങ്ങനെയാണ് പലപ്പോഴും ഞാൻ രാജീവേട്ടനെ കാണാറ്, അതുപോലെ തന്നെ രാമേട്ടൻ വരുമ്പോൾ കാണുന്നത് ഒക്കെ. സത്യത്തിൽ പലരെയും അങ്ങനെയാണ് കാണുന്നത്. ഇത് അവർ എനിക്ക് തരുന്ന ഒരു വിനിമയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം അത് ഒരു ആസ്വാദക സംസ്കാരത്തിൻ്റെ വളർത്തിയെടുക്കലിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നു എന്നതിൻ്റെ സന്തോഷം കൂടിയാണ്. ഈ ആസ്വാദക വ്യാഖ്യാനം കൂടി ഒന്ന് ഉപസംഹരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ഒരു ആസ്വാദക പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ ആസ്വാദക വ്യാഖ്യാനത്തെ നിർമ്മിച്ചെടുക്കുന്നത് സാഹിത്യ പാഠവും രംഗപാഠവും അവതരണ പാഠവും ഒക്കെ കൂടി ചേർന്നാണ്. ഭാഷാ പ്രതിനിധാനങ്ങൾ എന്ന നിലയിൽ തീർച്ചയായും ആട്ടക്കഥയുടെയും കഥകളിയുടെയും വിനിമയ രീതി ഞാൻ പറഞ്ഞു, പദാർത്ഥവും വാക്യാർത്ഥവുമായിട്ടുള്ള വ്യത്യസ്തതകളൊക്കെ പറഞ്ഞു പോയതാണ്. അതിൻ്റെ വിശകലനങ്ങളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ആസ്വാദക സമൂഹത്തിൽ ആസ്വാദകരുണ്ടാക്കിയെടുക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത് ഉണ്ട്. അത് ഈ മനോഭാവത്തെ കൂടി ആശ്രയിച്ചിരിക്കുന്നതാണ്. നളചരിതമാണ് കാണുന്നതെങ്കിൽ നളകഥയോടുള്ള അവരുടെ മനോഭാവം, ജീവിതത്തോടുള്ള അവരുടെ മനോഭാവം അവരുടെ വ്യാഖ്യാനത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ്. അവിടെയും നളചരിതത്തിൽ നിന്ന് മാറി കീചകവധത്തിലെ രാജീവേട്ടൻ്റെ ഒരു കുസൃതി കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ ഈ കീചകനുണ്ടല്ലോ, പോയിട്ട് ഇങ്ങനെ എന്താണ് മോഹമൊക്കെ ഇങ്ങനെ കണ്ടു, സൈരന്ധ്രിയെ കണ്ടു, ഇങ്ങനെ മോഹിച്ചിട്ടൊക്കെ പോകുന്ന ഒരു പോക്കുണ്ട്. ആ പോക്കിൽ ഈ രാജീവേട്ടൻ്റെ കീചകൻ ഗോപിയാശാൻ്റെ സമാന്തര വ്യാഖ്യാനത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. രാജീവേട്ടൻ ചെറുതാണേലും വലുതാണേലും ഒരു വേഷത്തിന് കയറിക്കഴിഞ്ഞാൽ അന്നും ഇന്നും ഞാൻ പറയട്ടെ എന്ത് കുസൃതിയാണ് കാണിക്കുന്നതെന്ന് നോക്കി കാണാനുള്ള വലിയൊരു കൗതുകമുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ രാജീവേട്ടൻ്റെ വേഷം കണ്ടത് ഗവൺമെൻറ് കോളേജിലാണ്, മേലുകാവിൽ. അപ്പോൾ അന്നല്ല, അതിനൊക്കെ മുമ്പ് നടന്ന ഒരു വ്യാഖ്യാനം. അപ്പോൾ ഈ കീചകൻ ഇങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് വളരെ സ്വാഭാവികമായി സാധാരണയായിട്ട് തിരിഞ്ഞൊരു നോട്ടമുണ്ട്, അവിടെ എങ്ങാനും ഉണ്ടോ എന്നുള്ള മട്ടിൽ. എന്തൊരു സൗന്ദര്യമുള്ള നോട്ടാണ് അത്! ഒരു കളരിയിലും പഠിച്ചതൊന്നുമല്ല, സ്വാഭാവികമായി കാമുക ഹൃദയമുള്ള ഏതൊരാളും ചെയ്യുന്നതാണ് അത് എന്നുള്ള ഒരു തിരിച്ചറിവാണ്, അല്ലെങ്കിൽ അതൊരു ബോധ്യമാണ്. അതിൻ്റെ വളരെ സ്വാഭാവികമായ ഒരു ആവിഷ്കാരമാണ്. അപ്പൊ ഇത്തരത്തില് ഇണങ്ങും മട്ടിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് മാത്രം അല്ലെ തോന്നുന്നത് എന്തും ആടുകയല്ല,
ഇണങ്ങും മട്ടിൽ അവനവൻ ഇണങ്ങുന്ന കുപ്പായങ്ങൾ ഇടുക എന്ന് പറഞ്ഞതുപോലെ പ്രധാനമാണ്. ഇണങ്ങും മട്ടിലുള്ള അർത്ഥവും ആശയവും വ്യാഖ്യാനവും ഒക്കെ ആയിട്ട് നളചരിതം എന്ന് പറയുന്ന കഥയെ, അട്ടക്കഥയെ അരങ്ങിൽ പരുവപ്പെടുത്തിയെടുക്കുന്നത്, വ്യാഖ്യാനിച്ചെടുക്കുന്നത് തീർച്ചയായും നടന്മാരുടെ, മേളക്കാരുടെ, പാട്ടുകാരുടെ, തിരശീല പിടിക്കുന്നവരുടെ, കാണികളുടെ ഒക്കെ കൂട്ടായ ഒരു പ്രയത്നത്തിന്റെ ഫലമാണ്. അത് ചെറിയ സാധ്യതയല്ല, വലിയ വലിയ സാധ്യതയാണ്. ഇനിയും ഏറെ വ്യാഖ്യാന സാധ്യതകൾ അതിൽ അവശേഷിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരമ്പരയുടെ ഭാഗമാകാൻ സാധിച്ചതിലുള്ള വലിയ സന്തോഷം, എന്നെ ഇതിലേക്ക് ക്ഷണിച്ച അല്ലെങ്കിൽ ഞാനിവിടെ എത്തുവാൻ കാരണഭൂതരായിട്ടുള്ള അജയൻ മാഷ്, അനിയേട്ടന്, രമേശൻ സാറ് തുടങ്ങി എല്ലാവരും, പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഗുരുസ്ഥാനീയരായ എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപൂർണമാണ്. ശിവരാമനാശാന്റെ മുദ്രകളുടെ കാര്യം പറഞ്ഞതുപോലെയാണ്, ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല, ഇടാൻ പറ്റുന്നില്ല. അപൂർണമായി ഇത് നിൽക്കട്ടെ. ഈ വാക്യങ്ങളും വാചകങ്ങളും നമുക്ക് ഒരുമിച്ച് ഇന്നുകളിലും നാളുകളിലുമൊക്കെ പൂർത്തീകരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വലിയ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേറിട്ട ഒരു ശബ്ദം, വേറിട്ട കാഴ്ചപ്പാടും അവതരിപ്പിച്ച മഞ്ജുഷയ്ക്ക് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ടീച്ചറൊന്നും പറയാൻ വയ്യ. അവിടെ നമ്മുടെ ഇരിങ്ങാലക്കുടയിലെ വേദിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. മറ്റു പല സ്ഥലത്തും ബാക്കി പലർക്കും കണ്ടുപരിചയമുള്ള, കേട്ടുപരിചയമുള്ള, അത് തന്നെയാണ് ഇവിടെ വരാനും വരുത്താനും നമുക്കൊരു നിമിത്തമായത്. പ്രത്യേകിച്ച് അജയൻ മാഷ് വളരെ ശക്തമായിട്ട് നമ്മളെ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു മഞ്ജുഷ വേണം എന്നുള്ളത്. അത് വളരെ സഫലമാക്കി തന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. മഞ്ജുഷയെ സുവർണമുദ്രണം നൽകി ആദരിക്കുന്നതിന് കൃഷ്ണൻകുട്ടി ദാസാന്റെ മകൻ മുരളീകൃഷ്ണനെ വിളിക്കണം.